വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മുണ്ടക്കൈയിൽ 5 വർഷക്കാലം താമസിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് സ്വദേശികളായ കുടുംബം. 1993 സ്വകാര്യ ഏലത്തോട്ടത്തിൽ സൂപ്പർവൈസറായാണ് ഡൈമുക്ക് സ്വദേശി ജോയിയും കുടുംബവും മുണ്ടക്കൈയിലെത്തിയത്. 5 വർഷക്കാലം ഇവിടെ ജോലി ചെയ്ത ശേഷം ഇവർ സ്വദേശത്തേക്ക് മടങ്ങുകയായിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് വയനാട് മുണ്ടക്കൈയിലുണ്ടായത്. ദുരന്തത്തിൽ നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ മുണ്ടക്കൈയിൽ 5 വർഷക്കാലം താമസിച്ചതിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് വണ്ടിപ്പെരിയാർ ഡൈമുക്ക് സ്വദേശികളായ കുടുംബം. ഡൈമുക്ക് സ്വദേശി ജോയിയും കുടുംബവുമാണ് ജോലിയുടെ ഭാഗമായി 5 വർഷക്കാലം മുണ്ടക്കൈയിൽ താമസിച്ചത്. 1993 കാഞ്ഞിരപ്പള്ളി സ്വദേശിയുടെ ഏലത്തോട്ടത്തിൽ സൂപ്പർവൈസറായാണ് ജോയിയും കുടുംബവും വയനാട് മുണ്ടക്കൈയിലെത്തുന്നത്. ഇവിടെ 5 വർഷം ജോലി ചെയ്ത ശേഷം ഇവർ തിരികെ വണ്ടിപ്പെരിയാറിലേക്ക് മടങ്ങുകയായിരുന്നു. അന്യനാട്ടിൽ നിന്നും ജോലി തേടിയെത്തിയ തങ്ങൾക്ക് മുണ്ടക്കൈ നിവാസികൾ നൽകിയ സ്നേഹത്തെക്കുറിച്ചും മറ്റും ജോയി ചേട്ടൻ പറയുന്നത് ഇങ്ങനെ. 3 മാസം ഞാൻ തന്നെ ജോലി ചെയ്തെങ്കിലും അതിനുശേഷം ഫാമിലിയായിട്ട് തന്നെയാണ് വയനാട്ടിൽ ജീവിച്ചത്. ഞങ്ങളുടെ തോട്ടത്തിൽ താമസസൗകര്യം ഒന്നും ഇല്ലായിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുണ്ടക്കൈയിൽ പനയാളം ബാലേഷൻ്റെ എസ്റ്റേറ്റിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങൾ ഈ താമസിച്ചിരുന്ന സ്ഥലം ഉൾപ്പെടെയാണ് ഈ ഉരുൾപൊട്ടി മൊത്തം നശിച്ചു. അവിടെ ഒത്തിരി ഈ 5 വർഷത്തോളം ഞങ്ങളവിടെ താമസിച്ച അവിടെയായിട്ട് ഒത്തിരി ആൾക്കാരുമായിട്ട് ബന്ധങ്ങളും പരിചയങ്ങളും നല്ല ആൾക്കാരും ഞങ്ങൾക്ക് പറയാൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പല ആൾക്കാരും ആ ഓർമ്മ ഇന്നും ഞങ്ങളുടെ വയനാട് ജീവിച്ചത് ഇന്നും ഞങ്ങൾ മനസ്സിലുണ്ട്. ഇടുക്കിയോട് ഏറെ സാമ്യമുള്ള മേഖലയാണ് മുണ്ടക്കൈ എന്നും ഇവർ പറയുന്നു. കാരണം എല്ലാ കാര്യത്തിലും സഹകരിക്കാനും നമ്മളോട് ഒരു കുടുംബത്തെ പോലെ തന്നെയാണ് അവർ നമ്മളെ കണ്ടിരുന്നത്. എന്ത് കാര്യത്തിനും ഒരു മുസ്ലിങ്ങൾക്ക് പെരുന്നാൾ വന്നാൽ അവരുടെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കി ആ ഏരിയ മൊത്തം അവിടെയാണ് ഭക്ഷണം. അതുപോലെ ഓണമാണെങ്കിൽ ഒരു ഹിന്ദുക്കൾ താമസിക്കുന്നുണ്ട്, അവരുടെ വീട്ടിലെ ഭക്ഷണം. അതുകൊണ്ടൊക്കെ ഓരോ വിശേഷങ്ങൾക്കും അതുപോലെ സഹകരിച്ച് നല്ല രീതിക്ക് പോകുന്ന നല്ല ആൾക്കാർ എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ. അതുപോലെ ഓരോ ആൾക്കാർക്കും അവരുടേതായ അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അർത്ഥം തന്നെയല്ലേ. മുണ്ടക്കൈ എന്ന് പറഞ്ഞാൽ വളരെ പ്രകൃതി ഭംഗിയുള്ള വളരെ നല്ലൊരു സ്ഥലമായിരുന്നു. ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ ആ സ്ഥലവും അവിടുത്തെ ആൾക്കാരെയും ഒന്നും നമുക്ക് മറക്കാനേ സാധിക്കുകയില്ല. അതുപോലെ അത് വളരെ വിഷമത്തോടു കൂടിയാണ് ഇന്ന് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ഇളയ മകൾ വയനാട്ടിലാണ് ജനിച്ചത്. മകളുടെ മാമോദിസ ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലായിരുന്നു നടന്നത്. 1998 വണ്ടിപ്പെരിയാറിലേക്ക് തിരികെ വന്ന ജോയി ചേട്ടനും കുടുംബവും മുണ്ടക്കൈ നിവാസികളുമായുള്ള ബന്ധം നിലനിർത്തിയിരുന്നു. 5 വർഷക്കാലം തങ്ങളെ തൊഴിൽ മേഖലയിൽ സംരക്ഷിച്ച ഒരു പ്രദേശത്തെ നാട്ടുകാരുടെ സ്നേഹത്തെയും ഇവരിലെ ചില ആളുകളുടെ വേർപാടിനെയും ഇവർ ദുഃഖത്തോടെയാണ് ഓർക്കുന്നത്.